أنس بن مالك رضي الله عنه قال صلى الله عليه وسلم أوصاني النبي صلى الله عليه وسلم بخمس خصال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് 5 കാര്യങ്ങൾ ചെയ്യാൻ വസിയത്ത് ചെയ്തു. യാ അനസ്, എന്നെ വിളിക്കാണ്, ഓ അനസ്, അസ്ബിഗിൽ വുളൂഅ യസിദ് ഫീ ഉംരിക. നീ വുളൂ പൂർണ്ണമായി സമ്പൂർണ്ണമായ വുളൂ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക. എന്നാൽ യസിദ് ഫീ ഉംരിക, നിനക്ക് ആയുർ ദൈർഘ്യം ഉണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളൊക്കെ എപ്പോഴും അതല്ലേ അല്ലാഹു ആയുസ് വർദ്ധിപ്പിക്കാൻ എന്നും 5 വക്തിൽ നമ്മൾ എടുക്കുന്ന കാര്യമാണ് വുളൂ. അപ്പൊ ആ വുളൂ എടുക്കുന്ന അവസരത്തിൽ അതിന്റെ സുന്നത്തുകളൊക്കെ പൂർണ്ണമായും പാലിച്ച് ഖിബലക്ക് തിരിഞ്ഞ് ബിസ്മി ചൊല്ലി സുന്നത്തിന് ഞാൻ വീട്ടെന്ന് പറഞ്ഞ കയ്യും ഒക്കെ കഴുകി നമ്മൾ നേരത്തെ വിശാലമായി പറഞ്ഞതാണ്. അതൊക്കെ എടുക്കുക. തലയൊക്കെ തടവുമ്പോൾ പൂർണ്ണമായി തടവുക. കൈയൊക്കെ കഴുകുമ്പോൾ ഈ തോള് വരെ കഴുകുക. മുഖമൊക്കെ ഒന്ന് കയറ്റി കഴുകുക. കൈകാലുകളൊക്കെ കയറ്റി ഇങ്ങനെ കഴുകി പൂർണ്ണമായ വുളൂ ഇഹ്സാനോട് കൂടെ നമ്മൾ എടുത്താൽ നമുക്ക് കിട്ടുന്നത് വലിയ ലാഭമാണ്. അത് നമ്മുടെ ഉംറിൽ, നമ്മുടെ വയസ്സിലുള്ള ദൈർഘ്യമാണ്. ആയുർ ദൈർഘ്യം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞ ആയുസ് ജീവിച്ചാൽ മതിയാവും. പക്ഷെ അദ്ദേഹം ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തങ്ങളൊക്കെ 40 ചില്ലാനും വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. എഴുതാത്തൊരു കിതാബില്ല, എല്ലാ ഫന്നിലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ ആയുസ് മതിയാകും. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് ആയുർദൈർഘ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വുളൂ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടെ നല്ല വുളൂ എടുക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാമത്തേത്. രണ്ടാമത് വസല്ലിം അലാ മൻ ലഖീത മിൻ ഉമ്മത്തി തക്സുർ ഹസനാതു. നീ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും കണ്ടുമുട്ടുന്ന അവസരത്തിൽ, അതറിയുന്നവരാവട്ടെ അറിയാത്തവരാവട്ടെ, അസ്സലാമു അലൈക്കും എന്ന സലാം പറയണം. സലാം കൊണ്ട് തുടങ്ങണം. അങ്ങനെ സലാം പറഞ്ഞു തുടങ്ങിയാൽ നിനക്ക് ഒരുപാട് ഹസനാത്തുകൾ, നന്മകൾ നിന്റെ ഏടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഉറപ്പല്ലേ? നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരു 10 കൂലി കിട്ടുമെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് ഹസനാത്തുകൾ ഒരു ദിവസം എത്ര ആളെ നമ്മൾ കണ്ടുകിട്ടുന്നു. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണം. ഫോണൊക്കെ വിളിക്കുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലേ പറഞ്ഞു തുടങ്ങും. അപ്പോൾ സലാം ആദ്യമായി നമ്മൾ കാണുന്ന അവസരത്തിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമുക്ക് ഒരുപാട് ഹസനാത്തുകൾ നിനക്ക് വർദ്ധിക്കും. وإذا دخلت يعني بيتك فسلم على أهلك يكثر خير بيتك. നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞു നീ തുടങ്ങണം. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അവസരത്തിൽ നമ്മുടെ ഭാര്യമാരുണ്ടാവും, നമ്മളെ മക്കളുണ്ടാവും, നമ്മളെ കുടുംബക്കാർ, നമുക്ക് സലാം ചെല്ലാൻ പറ്റുന്ന ആരൊക്കെ അവിടെ ഉണ്ടോ അവരോട് സലാം പറഞ്ഞിട്ടായിരിക്കണം തുടങ്ങേണ്ടത് വീട്ടിലേക്ക്. അങ്ങനെ കയറിയാൽ നിനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം നിന്റെ ഹൈറുകൾ വർദ്ധിക്കും. അപ്പോൾ വീട്ടിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം ഉണ്ടാവും. വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ച നമ്മുടെ പണം, അതിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തണം. നാലാമത് ഹബീബായ തങ്ങൾ പറഞ്ഞു വസ്വല്ലി സ്വലാത്തുൽ ദുഹ. ദുഹ നിസ്കാരം നീ നിർവഹിക്കുക. ഫഇന്നഹാ സ്വലാത്തുൽ അവ്വാബീന ഖബ്ലക. അത് നിനക്ക് മുമ്പ് മനസ്സും ശരീരവും ഒക്കെ അല്ലാഹുവിലേക്ക് അർപ്പണം ചെയ്ത അവ്വാബീങ്ങൾ അവരുടെ നിസ്കാരമാണ്. അത് നീ വിട്ടേച്ച് കളയരുത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിക്കുകയാണ്. ദുഹ നിസ്കാരമൊക്കെ എല്ലാവർക്കും വേണം എന്ന് വിചാരിച്ചാൽ സാധിക്കും. കാരണം രാവിലെ എല്ലാവരും ഒന്നുകിലും ഒന്ന് പുറത്ത് അങ്ങാടിയിൽ പോകാൻ അല്ലേ, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ, ഒന്ന് കുളിച്ചിറങ്ങി അല്ലേ, ആ സമയത്ത് ഒരു വുളൂ എടുത്ത് 2 റക്അത്ത് അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളൽ. ശരി, ഇപ്പം അങ്ങനെ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ വെച്ച് ആ വീട്ടിൽ വെച്ച് നമ്മൾ 2 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങുമ്പോൾ ആ വീട്ടിലൊരു ഹൈറുണ്ടാവും. നമ്മൾ ഇറങ്ങുന്ന ഒരു നിസ്കരിച്ചല്ലേ നമ്മളെ റിസ്കിലൊക്കെ ഒരു വിശാലത ഉണ്ട്. എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ 360 ചില്ലാനും സന്ധികളുണ്ട്. ആ സന്ധികൾക്ക് കൊടുക്കുന്ന ടാക്സ് ആണ് യഥാർത്ഥത്തിൽ ദുഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ. നബിതങ്ങൾ അങ്ങനെ തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിർവഹിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അഞ്ചാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യാ അനസ് ഇർഹമി സഗീറ. ചെറിയ കുഞ്ഞു മക്കളോട് നല്ല കാരുണ്യം കാണിക്കുക. വവക്കിരിൽ കബീർ. മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുക. ഇത് ചെയ്താൽ നാളെ എൻ്റെ കൂട്ടുകാരനായി നിനക്ക് സ്വർഗത്തിൽ ഒരിടം കിട്ടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ചെറിയ കുഞ്ഞു മക്കളൊക്കെ കാണുമ്പോൾ അവരെ പരിലാളിക്കാൻ, അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് പോയാൽ വരുമ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നു.
എല്ലാ കുട്ടികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചിട്ട് തലയിലൊക്കെ തടവിയിട്ട് സന്തോഷിപ്പിച്ച് വിടാറുള്ളൂ. എല്ലാ കുട്ടികളും, ഒരു കുട്ടിയേ അല്ല, എല്ലാ കുട്ടികളെയും അങ്ങനെ തന്നെ വിധങ്ങൾ കാണിച്ചു തന്നത്. ആ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് വിളിക്കും, അവർക്കൊരു ടൈമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരുടെ സന്തോഷം പറഞ്ഞ് കുറിച്ച് ചിലവഴിക്കണം. അതുപോലെ മുതിർന്ന ആളുകൾക്ക് കൊടുക്കേണ്ട സ്ഥാനങ്ങൾ കൊടുക്കണം. ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരെയൊക്കെ വിളിച്ച് അവരോടൊക്കെ മുഷാവറ ചെയ്ത് നമ്മളോട് തീരുമാനിക്കുകയല്ലേ. പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലേ, കാരണവന്മാരുണ്ട്, അവരൊന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയും. ഇപ്പൊ അതൊക്കെ പരിഗണിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ പരിഗണിക്കണം. ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നിനക്ക് വലിയ ഖൈറുണ്ടാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പറയാനും പഠിക്കാനും അതിലധികം ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വരുന്ന അപാകതകളൊക്കെ നീ അഫൂ ചെയ്യണേ അല്ലാഹ്, മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എൻ്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും, ജീവിച്ചിരിക്കുന്ന അവർക്കും ഞങ്ങൾക്കും ദീർഘായുസ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ സുബഹജമാഅത്തിനെത്തി ക്ലാസ് കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾ അവർക്ക് വലിയ ഖൈർ നീ നൽകണേ അല്ലാഹ്. അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബന്ധപ്പെടുന്ന മേഖലയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. എല്ലാ പ്രശ്നങ്ങൾക്കും അവർക്ക് പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു റിസ്ക് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രതിസന്ധികളുള്ളവരുണ്ട്. അല്ലാഹു എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാഹ്. ഗസയിലെ മുഅ്മിനീങ്ങൾക്ക് നീ അന്തിമമായ വിജയം നൽകണേ അല്ലാഹ്. അവരെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നീ തകർത്തു കളയണേ അല്ലാഹ്. ഗസയിൽ നിന്ന്, ഫലസ്തീനിൽ നിന്നൊരു നല്ല വാർത്ത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, മുസ്ലിം ലോകം പ്രതീക്ഷിക്കുന്നു. അല്ലാഹുവേ, ആ വാർത്ത ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഖദർ ഖദായിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി സയ്യിദിനാ മുഹമ്മദ്. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد ربي صل عليه. السلام عليكم ورحمة الله وبركاته.